കേരളത്തിലെ പോലീസ് സ്റ്റേഷനിലെ പുതിയ ഗവൺമെൻറ് പരിഷ്കാരങ്ങൾ നടത്തുകയാണ്. ഇനി പോലീസ് സ്റ്റേഷൻ മൈ പോലീസ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. എല്ലാവർക്കും ആശ്രയം ലഭിക്കുന്ന സ്ഥലം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മൈ പോലീസ് സ്റ്റേഷൻ, എൻ്റെ പോലീസ് സ്റ്റേഷൻ. നമുക്കറിയാം, ഓരോ പോലീസ് സ്റ്റേഷനിലെ കേരളത്തിൽ ഇന്ന് വരെ നമ്മളുടെ കാഴ്ചപ്പാടിൽ ധാരാളം ആൾക്കാർ ആ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ഒരു ആശ്രയവും അവരുടെ പേടിയും ഭയമൊക്കെ മാറാൻ പോലീസിൻ്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ വരുന്നു, അവരുമായിട്ട് ബന്ധപ്പെട്ടു നല്ല ലൈസൻസിൽ പോകുന്ന ധാരാളം ജനങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുണ്ട്. അതേസമയത്ത് ക്രിമിനൽസുമായിട്ടുള്ള കൺഫ്രണ്ടേഷനൊക്കെ ധാരാളം കാണുന്നു. രാഷ്ട്രീയമായ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നത് നമുക്കാണ്. ഇതൊന്നും നല്ലതായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ക്രിമിനൽസിനെ ഒതുക്കാനുള്ള പോലീസ് പല മാർഗ്ഗങ്ങൾ സ്വീകരിക്കും, അവർ ഒതുക്കുകയും ചെയ്യും. അതേസമയത്ത് പൊളിറ്റിക്കൽ ആൾക്കാർ പോലീസ് സ്റ്റേഷനിലോട്ട് പിക്കറ്റിങ്ങിനോ ധർണയ്ക്കോ ഒന്നും പോകരുത്. കാരണം രാഷ്ട്രീയമില്ലെങ്കിലും പല ആൾക്കാർക്ക് ആ ഒരു പോലീസ് സ്റ്റേഷൻ അവിടെ ഉള്ളത് വലിയൊരു വിശ്വാസവും ഒരു വലിയ ധൈര്യവുമാണ്. അതുപോലെ എപ്പം വേണമെങ്കിലും നമുക്ക് അവിടെ പോയി പരാതി പറഞ്ഞാൽ അത് ശ്രവിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. പൊതുജനങ്ങൾക്ക് കൂടുതൽ അവരുടെ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ടാവും, ധൈര്യം ഉണ്ടാവും. അതുതന്നെയല്ല, പകല് അവർക്ക് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ പോലീസ് ക്വിക്കായിട്ട് നടപടിയെടുക്കും. പ്രത്യേകിച്ച് കേരള പോലീസ് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മൈ പോലീസ് സ്റ്റേഷൻ എന്നുള്ള ആ സംബോധന തന്നെ കൊള്ളാം. ഇപ്പം പേരൂർക്കടയിലാണ് മൈ പോലീസ് സ്റ്റേഷൻ്റെ ഇനാഗുറേഷൻ ഇപ്പം മുഖ്യമന്ത്രി നടത്തിയത്. ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും DGPയും അവിടുത്തെ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടെയുണ്ട്. ധാരാളം പൊതുജനങ്ങളും പോലീസ് സ്റ്റേഷനകത്ത് കയറി ഇറങ്ങുന്ന കണ്ടു. നമുക്ക് ഒരു മർദ്ദിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ മർദ്ദിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ പൊതുജനങ്ങൾ പരാതിയായിട്ടോ അവരെ തെറി വിളിക്കുന്ന ഒരു സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരിക്കണം പോലീസ് സ്റ്റേഷൻ. അതേ സമയത്ത് ഈ ക്രിമിനൽസിനെ ഒതുക്കാനും അത് പൊതുജനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കൂടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ തിരുവനന്തപുരം സിറ്റിയിലെ 16 പോലീസ് സ്റ്റേഷനിലും SI ആയിട്ടും സർക്കിൾ ഇൻസ്പെക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. എല്ലാ സ്ഥലങ്ങളിലും പൊതുജനങ്ങൾ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം നമ്മൾ അടിയന്തരമായിട്ട് നടപടികൾ പൊതുജനങ്ങൾ വന്ന് അല്ലെങ്കിൽ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ് ക്വിക്കായിട്ട് നടപടി എടുക്കും. അത് ഗുണ്ടകളെ ഒതുക്കും. അങ്ങനെയുള്ള അവർക്ക് കർശനമായ നടപടി ഉണ്ടാവും. അതുകൊണ്ട് ചെറിയ മാറ്റർ ആയാലും ശരി, പെറ്റീഷനായാലും ശരി, അത് അന്നേരം തന്നെ പോലീസുകാരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന ഒരു നിലവാരം പോലീസിനുണ്ടെങ്കിൽ വളരെയധികം ഗുണം പോലീസിന് ചെയ്യും. ഏതായാലും ഈ മൈ പോലീസ് സ്റ്റേഷൻ ഇനാഗുറേഷൻ കഴിഞ്ഞു. കേരളത്തിൽ പൊതുവെ ആ രീതിയിലുള്ള പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. കാരണം പൊതുജനങ്ങൾക്ക് അവിടെ വന്ന് ഇരിക്കാനും അവർക്ക് അല്പം വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാനും ആ പോലീസ് സ്റ്റേഷനിൽ അവർ വന്ന ഉടനെ അവരുടെ പരാതി ശ്രവിക്കാൻ പ്രത്യേക സംവിധാനങ്ങളോടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ വല്ല റെക്കോർഡ് കിട്ടാനോ, പലരും ജീവൻ വെടിഞ്ഞ സംഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടാവും. അവർക്കൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ FIRൻ്റെ കോപ്പി വേണം, അല്ലെങ്കിൽ ഇൻക്വസ്റ്റിൻ്റെ കോപ്പി വേണം. അതൊക്കെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ അത് പറയുന്നത് മൈ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പം അതിനൊക്കെ പ്രത്യേക സംവിധാനം. FIRൻ്റെ കോപ്പി നിങ്ങൾക്ക് ലഭിക്കും പോലീസ് സ്റ്റേഷനിൽ തന്നെ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ കോപ്പി പോലീസ് സ്റ്റേഷനിൽ ലഭിക്കും. നല്ല കാര്യം തന്നെ. നിങ്ങൾ കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി കിട്ടണമെങ്കിൽ അതും ലഭിക്കും. അപ്പോൾ അതൊക്കെ വളരെ നല്ല ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ പോലീസിനെ നവീകരിക്കുന്ന ശ്രമം നല്ല കാര്യമാണ്. കാരണം പല ആൾക്കാരും എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു അവർക്ക് ഒരു പോസ്റ്റ്മോർട്ടത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ, ആ മരണകാരണം എന്താണെന്ന് അറിയാൻ ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ അവർ പല സ്ഥലങ്ങളിലും ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും, പോലീസ് സ്റ്റേഷൻ ലഭിക്കുന്നില്ല. ഏതായാലും അതെങ്കിലും FIRൻ്റെ കോപ്പിയും പോസ്റ്റ്മോർട്ടത്തിൻ്റെ കോപ്പിയും ഇൻക്വസ്റ്റിൻ്റെ കോപ്പിയും അതൊക്കെ പബ്ലിക് ഡോക്യുമെൻ്റാണ്, റെക്കോർഡാണ്. അത് സീക്രട്സി ഒന്നും അതിൻ്റെ അകത്തില്ല. അത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് പുതിയ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. മൈ പോലീസ് സ്റ്റേഷനിൽ ഇതൊക്കെ ലഭ്യമാകും എന്നാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുന്നത്. DGPയും അത് തന്നെ പറയുന്നുണ്ട്. കേരളത്തിൽ ഇത് പ്രാവർത്തികമായാൽ വളരെ നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നും. കാരണം പോലീസും പൊതുജനങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു വരും. അത് കേസിൻ്റെ അന്വേഷണത്തിലായാലും എല്ലാ കാര്യത്തിലും നല്ല ഗുണം ചെയ്യും. ക്രിമിനലിനെ ഒതുക്കാനും പറ്റും. അത് പബ്ലിക്കിൻ്റെ സഹായം ലഭിക്കും. ക്രിമിനൽ ചെയ്യുന്ന പ്രവർത്തികൾ അത് പബ്ലിക്ക് രഹസ്യമായിട്ടെങ്കിലും പോലീസിനോട് പറയും. അതിനുള്ള ഒരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മൈ പോലീസ് സ്റ്റേഷൻ്റെ ആ ഒരു തത്വത്തിൽ അത് തീർച്ചയായിട്ടും നല്ലൊരു സംരംഭമാണ്. അത് നിലനിർത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പെരുമാറണം, രാഷ്ട്രീയക്കാരും പെരുമാറണം. ആർക്കും ഏത് സഹായത്തിനും എപ്പം വേണമെങ്കിലും പോലീസ് സ്റ്റേഷൻ ചെയ്യുക. അതേസമയത്ത് ക്രിമിനലായിട്ട് സ്വഭാവമുള്ള ആരെങ്കിലും വന്ന് അഭ്യാസം ഇറക്കിയാൽ അത് അംഗീകരിച്ചു കൊടുക്കാനും കഴിയില്ല. അതുകൊണ്ട് കൃത്യമായ നടപടി അവർക്ക് പേരിൽ ഉണ്ടാവുകയും ചെയ്യണം. രാഷ്ട്രീയമായ
ഒരു കാഴ്ചപ്പാട് അവിടെ ഉണ്ടാകാൻ പാടില്ല. ആരായാലും ശരി ഈ രീതിയിലുള്ള പ്രവർത്തനം ചെയ്യുന്നവർക്കെതിരായി അതിശക്തമായ നടപടി എടുക്കുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് സ്നേഹമിശ്രണമായ പെരുമാറ്റവും സംഭാഷണവും പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ലഭിക്കുന്നത് നല്ലതാണ്.